ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. യെസ് മക്കളെ, നമുക്ക് ആക്ച്വലി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററാണ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് റിസോഴ്സസ് എന്ന് പറയുന്ന ചാപ്റ്റർ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്റർ. എപ്പോഴും നമ്മളൊരു പ്രീവിയസ് ഇയേഴ്സുകൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മുടെ മാപ്പ് മാർക്കിനേക്കാൾ കൂടുതലായിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് MCQ ആണ്. അപ്പോൾ MCQ എന്ന് പറയുന്നത് നമുക്കാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് കൺഫ്യൂഷൻ വരുന്നത്, ഏറ്റവും പെട്ടെന്ന് ഡൗട്ടുകൾ അടിക്കുന്ന ഒരു ഏരിയ ആണ്. എന്നാലോ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടിയാണ് MCQ എന്ന് പറയുന്നത്. സോ ഇവിടെ നല്ല മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് MCQ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് നോക്കിയാലോ. ഞാൻ ക്വസ്റ്റ്യൻ പറയുന്ന സമയത്ത് എൻ്റെ മക്കൾ അതിൻ്റെ ആൻസേഴ്സുകൾ കൃത്യമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചെക്ക് ചെയ്യണേ. സോ മക്കൾ, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ ഇതാണ്. നോക്കിക്കോ മക്കളെ, ബ്ലൂ ഷീപ്പ്, ഏഷ്യാറ്റിക് എലിഫന്റ് ആൻഡ് ദി ഗാംഗറ്റിക് ഡോൾഫിൻ ആർ എക്സാമ്പിൾ ഓഫ്. ഇവയെല്ലാം എന്തിനാ എക്സാമ്പിൾ? വൾനറബിൾ സ്പീഷീസ് ആണോ, റെയർ സ്പീഷീസ് ആണോ, എൻഡമിക് സ്പീഷീസ് ആണോ, എക്സ്റ്റിങ്ക്റ്റഡ് സ്പീഷീസ് ആണോ? അത് ഏതിനാണ് ആക്ച്വലി എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും മക്കളെ? The right answer is that is a vulnerable species. അവയെല്ലാം തന്നെ vulnerable speciesകളാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, കൺസിഡർ ചെയ്യാറുള്ളത്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. The Indian Wildlife Protection Act was implemented in dash with various provisions for protecting the habitat. നമ്മുടെ അതൊക്കെ നമുക്ക് അവിടെ വിടാം. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഏരിയാസ് നമുക്ക് ഡിസ്കസ് ചെയ്യണ ആവശ്യമൊന്നുമില്ല. ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഏത് ഇയറിലാണ് ഇംപ്ലിമെന്റ് ചെയ്തത്? ഈ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. സോ അത് ഇംപ്ലിമെന്റ് ചെയ്ത ഇയർ ഏതാ മക്കളെ? 1972 ആണോ, 1975 ആണോ, 71 ആണോ, 74 ആണോ? You don't have the doubt that is the 1972. നമ്മുടെ A ആണ്, 1972 ആണ് അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. എന്നാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. Which of the following animal were gravely threatened? താഴെ തന്നിട്ട് ഏത് ആനിമലാണ് ഗ്രേവ്ലി ത്രട്ടൺ ചെയ്യുന്നത്? And the central government announced several projects for protecting them. സെൻട്രൽ ഗവൺമെന്റ് അവയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, അവയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് പ്രൊജക്റ്റുകളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. അത് ഏതൊക്കെ ആനിമൽസിനാന്നുള്ള? കാശ്മീരി സ്റ്റാഗ് നമ്മുടെ ലിസ്റ്റിലുള്ളതാണല്ലോ. അതിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏഷ്യാറ്റിക് ലയൺ അതും ലിസ്റ്റില്ല. അപ്പോൾ അതെങ്ങനെയാണ് വരിക? അത് വൺ ഹോൺ റൈനോസസ്, ഇറ്റ്സ് ഓൾസോ ഇൻ ദ സെയിം ലിസ്റ്റ്, അതും പ്രൊട്ടക്ടിങ് ലിസ്റ്റിലുണ്ടല്ലോ. സോ ദ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓൾ ഓഫ് എബോവ്. എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലിസ്റ്റിൽ വരുന്നതാണ്. സോ ദ റൈറ്റ് ആൻസർ D ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ ആയിട്ട് പറയാൻ പറ്റുക. എന്നാൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് located in the state of Rajasthan? രാജസ്ഥാനിലുള്ള നാഷണൽ പാർക്ക് ഏതാണ്? കോബറ്റ് നാഷണൽ പാർക്ക് ആണോ, ഭദ്രാവത് നാഷണൽ പാർക്ക് ആണോ, പെരിയാർ ടൈഗർ റിസർവ്സ് ആണോ, സരിസ്ക വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണോ? അതിൽ ഏതാണ് മക്കളെ ആക്ച്വലി രാജസ്ഥാനിൽ വരുന്നത്? രാജസ്ഥാനിൽ വരുന്നത് ഏതാ മക്കളെ? The right one is Sariska Wildlife Sanctuary. സരിസ്ക വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ് ആക്ച്വലി രാജസ്ഥാനിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു നാഷണൽ പാർക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള? കേരളത്തിലുള്ള ഏതാ ഇതിൽ? നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്തിട്ടുള്ളത് ഏത് ടൈഗർ റിസർവ്സിലൂടെയാണെന്ന് നോക്കിയാൽ മതി. ഇതിലുള്ളത് കോബറ്റ് ആണോ, അതേസമയം ഭദ്രാവത് ആണോ, അതേസമയം പെരിയാറാണോ? യെസ്, എക്സാക്ട്ലി പെരിയാറാണോ. പെരിയാറാണ് എന്ത് ചെയ്യുന്നത്? കേരളത്തിലുള്ള ഒരേ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി അല്ലെങ്കിൽ ഒരു നാഷണൽ പാർക്കൊക്കെ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ടൈഗർ റിസർവ്സ് ആണ് ആക്ച്വലി പെരിയാർ എന്ന് പറയുന്നത്. എന്നാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റാം. അടുത്ത ക്വസ്റ്റ്യൻ എൻ്റെ മക്കളെല്ലാവരും ഇവിടെ നോക്കിക്കോ. നമ്മുടെ കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ഏതാണ്? Which one of the following is not responsible for the decline of Indian biodiversity? ഇന്ത്യയുടെ ബയോഡൈവേഴ്സിറ്റി ഡിക്ലൈൻ ചെയ്യാൻ റീസൺ അല്ലാത്തത്. ഇറ്റ് ഈസ് വിച്ച് ഓഫ് ദ നോട്ട് റെസ്പോൺസിബിൾ എന്ന് പറഞ്ഞത്. റെസ്പോൺസിബിൾ അല്ലാത്തത് ഏതാണ് നമ്മളോട് ക്വസ്റ്റ് ചോദിച്ചത്. അല്ല റെസ്പോൺസിബിൾ ആയത് ഏതാണെന്നല്ല നമ്മളോട് ചോദ്യം ചോദിച്ചത്. പകരം റെസ്പോൺസിബിൾ അല്ലാത്തത് ഏതാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്? നമ്മുടെ ബയോഡൈവേഴ്സിറ്റി തകർക്കുന്നതിൽ മൈനിങ് ആക്ടിവിറ്റീസ് ബയോഡൈവേഴ്സിറ്റിയെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്നതാണ്. ഹണ്ടിങ് ആൻഡ് പോച്ചിങ് അതും ബയോഡൈവേഴ്സിറ്റി നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്നതാണ്. ഫോറസ്റ്റ് ഫയർ അതും ബയോഡൈവേഴ്സിറ്റി നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്നതാണ്. അഫോസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വി ഹാവ് ടു പ്ലാന്റ് ദ മോർ ട്രീസ്. നമ്മൾ ട്രീകൾ പ്ലാന്റ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് അഫോസ്റ്റേഷൻ എന്ന് വിളിക്കുന്നത്. സോ അഫോസ്റ്റേഷൻ ആണ് ആക്ച്വലി നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയെ എഫക്ട് ചെയ്യാത്ത ഇഷ്യൂ. അത് ബയോഡൈവേഴ്സിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യമാണ് ആക്ച്വലി അഫോസ്റ്റേഷൻ എന്ന് പറയാം. സോ ദ റൈറ്റ് ആൻസർ എന്ന് പറയാം ദാറ്റ് വാസ് D. അഫോസ്റ്റേഷൻ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. റിസർവ്ഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് ആർ ആൾസോ നോൺ ആസ്. നമ്മൾ റിസർവ് ഫോറസ്റ്റിനെയും പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റിനെയും നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? അത് രണ്ടിനെയും കൂടെ നമ്മൾ ഒരു കാറ്റഗറി ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാറുണ്ട്. അൺക്ലാസ്ഡ് ആണെന്നോ? അതല്ല. അൺക്ലാസ് എന്ന് പറഞ്ഞാൽ റിസർവ് ഫോറസ്റ്റ്, പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് ആൻഡ് തേർഡ് വൺ ഈസ് അൺക്ലാസ് ഫോറസ്റ്റ്. സോ അതുകൊണ്ട് അതല്ല. പെർമനന്റ് ഫോറസ്റ്റ്, ദാറ്റ് വാസ് ദ റൈറ്റ് വൺ. പെർമനന്റ് ഫോറസ്റ്റ് ആണ് നമ്മൾ റിസർവ് ഫോറസ്റ്റിനെയും പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റിനെയും കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് പെർമനന്റ് ഫോറസ്റ്റുകൾ എന്നാണ് നമ്മൾ ആക്ച്വലി വിളിക്കാറുള്ളത്. എന്നാൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്. ദ ചിപ്കോ മൂവ്മെന്റ്
in the Himalayas to protect the forest covered was started by. നമ്മൾ ചിപ്കോ മൂവ്മെന്റിന്റെ ലീഡറിന്റെ പേര് എന്താണെന്നുള്ളതാണ്. സുന്ദർലാൽ ബഹുഗുണയാണോ, ഡോക്ടർ അനിൽ അഗർവാൾ ആണോ, അതേസമയം അരുണ റോയ് ആണോ, അതുപോലെ തന്നെ മേധ പട്കർ ആണോ? ഇതിൽ ആരാണ് ചിപ്കോ മൂവ്മെന്റിന്റെ ലീഡർ എന്നുള്ളത്? ഞാൻ ഉത്തരം പറയില്ല. ഇതിൻ്റെ ആൻസർ എല്ലാ മക്കളും താഴെ കമൻറ്റ് ബോക്സിൽ ആൻസർ ചെയ്താൽ മതി. സോ ഇതുപോലെ എല്ലാ പോയിന്റ്സുകളും എൻ്റെ മക്കൾ കൃത്യമായിട്ട് പഠിക്കുക. അതിൻ്റെ ആൻസർ ചെയ്യാൻ ഒരിക്കലും മറന്നു പോകരുത്. MCQ കൊണ്ട് ഒരുപാട് ബെനിഫിറ്റുകളില്ലേ? സെറ്റല്ലേ മക്കളെ? സോ ബൈ.